ഹലോ ഫ്രണ്ട്സ്, എനിക്ക് കിട്ടിയ ടോപ്പിക് എന്ന് പറയുന്നത് NP കംപ്ലീറ്റ്നെസ് റിഡക്ഷൻ ഫോർ ഹാമിൽട്ടേനിയൻ സൈക്കിൾ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചു പി ക്ലാസ്, NP ക്ലാസ്, അതായത് പോളിനോമിയൽ, നോൺ പോളിനോമിയൽ. ഇനി നമ്മൾ പറയുന്നത് ഹാമിൽട്ടേനിയൻ സൈക്കിളിനെ കുറിച്ചാണ്. എന്താണ് ഹാമിൽട്ടേനിയൻ സൈക്കിൾ? എ സൈക്കിൾ ഇൻ ആൻ അൺഡയറക്റ്റഡ് ഗ്രാഫ് G ഈസ് ഈക്വൽ ടു V, E which traverses every vertex exactly 1. അപ്പോൾ ഹാമിൽട്ടേനിയൻ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഗ്രാഫിലെ എല്ലാ വേർട്ടെക്സും ഒരിക്കലെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്ത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ വരികയാണെങ്കിൽ അതൊരു ഹാമിൽട്ടേനിയൻ സൈക്കിളാണെന്ന് പറയാം. നെക്സ്റ്റ് പറയുന്നത് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. ഗിവൻ a graph G of V, E, the problem is to determine if the graph contains a Hamiltonian cycle consisting of all the vertices belonging to V. പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നൊരു ഗ്രാഫിൽ ഒരു ഹാമിൽട്ടേനിയൻ സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നാണ് നോക്കേണ്ടത്. താഴെ പറയുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. An instant of the problem is an input specified to the problem. An instant of the independent set problem is a graph G of V, E, and the problem is to check whether the graph can have a Hamiltonian cycle in G. നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫിൽ G of V, Eയിലെ ഹാമിൽട്ടേനിയൻ സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കുന്നതാണ് നമ്മളുടെ problem. Since an NP-complete problem by definition is a problem which is both in NP and NP-hard, the proof for the statement that a problem is NP-complete consisting of two parts. നോൺ പോളിനോമിയൽ ക്ലാസ് വെച്ചിട്ടും NP-hard വെച്ചിട്ടുമാണ് നമ്മൾ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിലെന്തുണ്ട്? NP complete consisting of two parts. The problem itself is an NP class. രണ്ടാമത്തെന്ന് പറയുന്നത് all other problems in NP class can be polynomial time reducible to that. B is polynomial time reducible to C is denoted as B less than or equal to PC. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹാമിൽട്ടേനിയൻ സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു NP ക്ലാസ് എക്സിസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇത് നടക്കുന്നത് പോളിനോമിയൽ ടൈമിൽ തന്നെയാണോ നോക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദ സെക്കൻഡ് കണ്ടീഷൻ ഈസ് ഓൺലി സാറ്റിസ്ഫൈ ദെൻ ദി പ്രോബ്ലം ഈസ് കോൾഡ് NP-hard. നമ്മൾ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞു. ഒരു NP ക്ലാസ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ പോളിനോമിയൽ ടൈമിൽ എക്സിസ്റ്റ് ചെയ്യുന്നതായിരിക്കണം. ഇതിൽ രണ്ടാമത്തെ കണ്ടീഷൻ മാത്രമാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? NP-hard എന്ന് പറയാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു റെഡ്യൂസ് എവരി NP പ്രോബ്ലം ഇൻ ടു അനദർ NP പ്രോബ്ലം ടു ഷോ ഇറ്റ് ഈസ് NP കംപ്ലീറ്റ്നെസ് ഓൾ ദി ടൈം. ഒരു NP കംപ്ലീറ്റ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു NP പ്രോബ്ലത്തെ മറ്റൊരു NP പ്രോബ്ലമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് വൈ ഇഫ് വി വാണ്ട് ടു ഷോ എ പ്രോബ്ലം ഈസ് NP കംപ്ലീറ്റ്, വി ജസ്റ്റ് ഷോ ദാറ്റ് ദി പ്രോബ്ലം ഈസ് ഇൻ NP ആൻഡ് ഇഫ് എനി NP കംപ്ലീറ്റ് പ്രോബ്ലം ഈസ് റെഡ്യൂസിബിൾ ടു ദാറ്റ്, then we are done, such that if B is NP complete and B less than or equal to PC for C in NP, then C is NP complete. Hamiltonian cycle is in NP. If any problem is in NP, then given a certificate which is a solution to the problem and an instance of the problem, a graph G and a positive integer K in this case. നമ്മളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് NPയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു സർട്ടിഫിക്കറ്റ് തരും. ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കും. ദെൻ വി വിൽ ബി ഏബിൾ ടു വെരിഫൈ. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ആ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യാന്ന് പറയുന്നത് ചെക്ക് വെദർ ദ സൊല്യൂഷൻ ഗിവൻ ഈസ് കറക്റ്റ് ഓർ നോട്ട്. നമുക്ക് കിട്ടിയ സൊല്യൂഷൻ
കറക്റ്റ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യുന്നതാണ് വെരിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ദ സർട്ടിഫിക്കറ്റ് ഇൻ പോളിനോമിയൽ ടൈം, നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് എന്തായിരിക്കണം? പോളിനോമിയൽ ടൈമിലായിരിക്കണം. ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ്. The certificate is a sequence of vertices forming Hamiltonian cycle in the graph. ഈ ഗ്രാഫിൽ നമ്മൾ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് ചില സീക്വൻസ് ഓഫ് വെർട്ടിസസ് ഹാമിൽട്ടേനിയൻ സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. We can validate this solution by verifying that all the vertices belong to the graph and each pair of vertices belong to the solution are adjacent. നമ്മൾ വാലിഡേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫിലെ എല്ലാ വേർട്ടിസസും നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിലെ ഗ്രാഫിൽ ഉള്ളതാണോ നോക്കുക. അതേപോലെ തന്നെ ഈച്ച് പെയർ ഓഫ് വേർട്ടിസസും എന്താണ് ഈ സൊല്യൂഷനിൽ അഡ്ജസൻസ് ആണോ എന്ന് നോക്കുക. ഇങ്ങനെയാണ് നമുക്ക് വെരിഫൈ ചെയ്തിട്ട് വാലിഡേറ്റ് ചെയ്യേണ്ടത്. ദിസ് ക്യാൻ ബി ഡൺ ഇൻ പോളിനോമിയൽ ടൈം. ഈ പറയുന്നത് അതൊക്കെ എന്തായിരിക്കണം? ഈ ഒരു പോളിനോമിയൽ ടൈമിലായിരിക്കണം കഴിയേണ്ടത്. That is of v plus e using the following strategy of graph g of v, e. നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ അൽഗോരിതാണ്. ഫ്ലാഗ് ഈക്വൽ ടു ട്രൂ for every pair u, v in the subset v. Check that these two have an edge between them. If there is no edge, set flag to false and break. If flag is true, solution is correct. Else solution is incorrect. ഫസ്റ്റ് ഫ്ലാഗ് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി ഈ u, v എന്ന് പറയുന്നത് എഡ്ജസ് ആണോ നോക്കുക. എഡ്ജസ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഫ്ലാഗ് ഫോൾസ് ആയിട്ട് സെറ്റ് ചെയ്യുക, ബ്രേക്ക് ആവും. ദെൻ ഈ ഫ്ലാഗ് ഈസ് ട്രൂ, ഫ്ലാഗ് അഥവാ ട്രൂ ആണെങ്കിൽ നമ്മളെ സൊല്യൂഷൻ എന്താണ്? കറക്റ്റ് ആണ്. അല്ലെങ്കിൽ സൊല്യൂഷൻ എന്താണ്? ഇൻകറക്റ്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ഹാമിൽട്ടേനിയൻ സൈക്കിൾ ഈസ് NP-hard. In order to prove the Hamiltonian cycle is NP-hard, we will have to reduce a non-NP-hard problem to this problem. We will carry out a reduction from the Hamiltonian path problem to the Hamiltonian cycle. NP-hard വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹാമിൽട്ടേനിയൻ സൈക്കിൾ എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. Every instance of the Hamiltonian path problem consisting of a graph g is equal to v, e as the input can be converted into Hamiltonian cycle problem consisting of graph g dash is equal to v dash, e dash. We will construct the graph g dash in the following way. നമ്മുടെ പ്രോബ്ലത്തിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് g is equal to v, e ആണെങ്കിൽ ഈ NP-hardൽ എന്ത് ചെയ്യും? അതിനെ g dash is equal to v dash, e dash എന്ന ഫോമിലേക്ക് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. v dash is equal to add vertices v of the original graph g and add an additional vertices v new such that all the vertices connected of the graph are connected to these vertices. നമ്മുടെ ഒറിജിനൽ ഗ്രാഫിൽ എന്തുണ്ട്? ഒരു വെർട്ടിസസ് ഉണ്ട് v. അതിനെ കൂടാതെ നമ്മൾ പുതിയൊരു വെർട്ടിക്സിനും കൂടി ആഡ് ചെയ്യുക. അതാണ് v ന്യൂ എന്ന് പറയുന്നത്. ഈ v ന്യൂ ഗ്രാഫിലുള്ള മറ്റെല്ലാ വെർട്ടെക്സുമായിട്ട് എന്ത് ചെയ്യുക? കണക്റ്റഡ് ആക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഇത് നമ്പർ ഓഫ് വെർട്ടിസസ് ഇൻക്രീസ് ബൈ 1. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് വെർട്ടിസസ് എന്ന് പറയുന്നത് 1 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യും. അതാണ് v dash is equal to v plus 1 എന്ന് പറയുന്നത്. a dash is equal to add edge e of the original graph g and add newly edges between the newly added vertex and the original vertices of the graph. ഈ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ ഗ്രാഫിലെ എന്താണ്? എഡ്ജാണ്. അതിനെ കൂടാതെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പുതിയ ആഡ് ചെയ്തിട്ടുള്ള വേർട്ടെക്സിൻ്റെ ഇടയിലും നമ്മുടെ ഒറിജിനൽ ഗ്രാഫിലെ വേർട്ടെക്സിൻ്റെ ഇടയിലും എന്ത് ചെയ്യുക? നമ്മൾ പുതിയ എഡ്ജ് ആഡ് ചെയ്യുക.
അപ്പോൾ എന്ത് ചെയ്യും, ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻക്രീസ് ബൈ ദി നമ്പർ ഓഫ് വേർട്ടീസസ്. നമ്മുടെ നമ്പർ ഓഫ് വേർട്ടീസസ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മുടെ നമ്പർ ഓഫ് എഡ്ജസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ഇ ഡാഷ് ഈസ് ഈക്വൽ ടു ഇ പ്ലസ് വി. സിൻസ് ദ ഹാമിൽട്ടേനിയൻ സൈക്കിൾ ഈസ് ബോത്ത് എ NP problem and NP hard, therefore it is a NP complete problem. NP പ്രോബ്ലം വെച്ചിട്ടും NP ഹാർഡ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹാമിൽട്ടേനിയൻ സൈക്കിൾ ഒരു ഗ്രാഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ഒരു NP കംപ്ലീറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് കാണുന്നുണ്ട്. ഈ ഗ്രാഫ് നമുക്ക് എങ്ങനെ വിസിറ്റ് ചെയ്യാം, എ ബി ഇ സി ഡി എ തിരിച്ച് അത് എയിലേക്ക് തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഗ്രാഫിൽ ഹാമിൽട്ടേനിയൻ സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഹാമിൽട്ടേനിയൻ ഈസ് ആക്ച്വലി എ സൈക്കിൾ with start from one point and visit each vertex and come back to the initial point. എല്ലാ വേർട്ടെക്സിനെയും അത് വിസിറ്റ് ചെയ്തിട്ട് അത് അതിൻ്റെ ഇനീഷ്യൽ പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് എന്താ പറയുക, ഹാമിൽട്ടേനിയൻ സൈക്കിൾ എന്ന് പറയാം. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവരി ഗ്രാഫ് നോട്ട് ടു ഹാമിൽട്ടേനിയൻ സൈക്കിൾ. നമ്മളിപ്പോൾ ഏത് ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാത്തിലും ഹാമിൽട്ടേനിയൻ സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല. ചിലതിലേ ഉണ്ടാവൂ, ചിലതിലുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ദ പ്രോബ്ലം ഈസ് ടു ഡിറ്റർമൈൻ ഇഫ് ദ ഗ്രാഫ് കണ്ടെയ്ൻ എ ഹാമിൽട്ടേനിയൻ സൈക്കിൾ. നമുക്ക് ഒരു ഗ്രാഫ് തരികയാണെങ്കിൽ അതിൽ ഹാമിൽട്ടേനിയൻ സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നാണ് നമ്മുടെ പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്, ഇതിനൊരു സൊല്യൂഷൻ കാണാൻ പറ്റുന്നത് രണ്ട് രീതിയിലാണ്, NP ആൻഡ് NP ഹാർഡ്. NP എന്ന് പറയുന്നത് നോൺ പോളിനോമിയൽ സൈക്കിളും NP ഹാർഡും അതിൻ്റെ ഏകദേശം NP ക്ലാസ്സൊക്കെ എക്സിസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ്, പക്ഷെ ഇത് മറ്റൊരു രീതിയിലാണെന്ന് മാത്രം. NP വഴിയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് എവരി പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ്. എല്ലാ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. വെരിഫിക്കേഷൻ ഇൻ പോളിനോമിയൽ ടൈം. നമ്മളെ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് പോളിനോമിയൽ ടൈമിലായിരിക്കണം. ഇനി NP ഹാർഡ് ആണെങ്കിൽ element of the class NP should be reducible to this Hamiltonian cycle in polynomial cycle ആയിരിക്കണം. അടുത്ത പറയുന്നത് 3SAT യൂസ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷനാണ്, അതായത് സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലം എന്ന് പറയും. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് തന്ന പ്രോബ്ലം എന്ന് പറയുന്നത് 5 = 2 എന്ന് പറഞ്ഞിട്ടൊരു പ്രോബ്ലമാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, വേർട്ടീസസ് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ V112 V32 എന്ന് പറയുന്ന വേർട്ടീസസ് ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ എഡ്ജസുകളും എല്ലാ വേർട്ടീസസും ഒരു വെർട്ടെക്സ് മറ്റൊരു വേർട്ടീസസുമായിട്ട് എങ്ങനെയായാലും എന്തുണ്ടാവും, ഒരു എഡ്ജ് ഉണ്ടാവും. എന്നാലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാ വേർട്ടീസസും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഒരു സ്റ്റാർട്ടിങ് വേർട്ടെക്സും ഒരു ലാസ്റ്റ് വേർട്ടെക്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വേർട്ടെക്സ് ആഡ് ചെയ്യുക. അത് തമ്മിൽ എന്തുണ്ടാവും, ഒരു കണക്ഷൻ ഉണ്ടാവും. പിന്നെ നമ്മളിതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് ഒരു പുതിയ വേർട്ടെക്സ് ആഡ് ചെയ്യുക എന്നുള്ളത്. അതാണ് ഈ C1 എന്ന് പറയുന്നത്. ഇനി ആ വേർട്ടെക്സ് ആഡ് ചെയ്തിട്ട് പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഈ പുതിയ ആഡ് ചെയ്ത വേർട്ടെക്സുമായിട്ട് മറ്റ് വേർട്ടീസസുമായിട്ട് ഒരു പുതിയ എഡ്ജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതാണ് ഈ പെൻസിൽ കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നോക്കിയത് ഹാമിൽട്ടേനിയൻ സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രോബ്ലവും അതിൻ്റെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് NP യൂസ് ചെയ്തിട്ടും NP ഹാർഡ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ NP കംപ്ലീറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. താങ്ക് യു ഓൾ.